ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഷാലോം ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എപ്പിസോഡ്, ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതമായൊരു സന്ദർശനം, ഒരു ഇടപെടൽ, ഒരു അത്ഭുതമായൊരു സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാ ബാലികാ ബാലന്മാരെയും സർവ്വ മക്കളെയും ഇന്ന് കർത്താവിൻ്റെ സമാധാനവും സൗഖ്യവും കൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? 121 സങ്കീർത്തനത്തിലെ 1-ാമത്തെ തിരുലിഖിതം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? Psalm 121 verse 1. I lift up my eyes to the hills. From where does my help come? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സാത്താൻ വളരെ കൗശലപൂർവം കവർന്നെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഞെരുക്കങ്ങളോ അത് കുറേ നാളായി മാറാതെ വിട്ടു നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഹൃദയം അകന്നു പോകുക, ദൈവത്തോട് പ്രാർത്ഥിക്കാതെയാവുക എന്നുള്ളത്. ദൈവത്തോടുള്ള ആശ്രയം, ദൈവത്തിലുള്ള ആശ്രയം സാത്താൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കവർന്നെടുക്കുകയാണ്. പകരം ഒരു റിലീജിയസ് ഇൻഡിഫറൻസ്, ഒരു മതപരമായ നിസ്സംഗത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. ആ മകൾക്ക് 36-38 വയസ്സ് പ്രായമായി, കല്യാണം നടക്കുന്നില്ല. ആ മകള് നല്ല ജോലിയുള്ളൊരു മകളാണ്, ഒരുപാട് ദൈവം അനുഗ്രഹിച്ചതാണ്. പക്ഷേ ജീവിതത്തിൽ കല്യാണം നടക്കുന്നില്ല. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കാതെയായി, ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഹൃദയത്തിൽ ഒരു റിലീജിയസ് ഇൻഡിഫറൻസ്, ഒരു ആത്മീയ നിസ്സംഗത, മതപരമായൊരു നിസ്സംഗത പിടികൂടി. പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായി, പ്രാർത്ഥന നഷ്ടപ്പെട്ടൊരു വ്യക്തിയായി ആ വ്യക്തി സാവകാശം രൂപാന്തരപ്പെട്ടു. അതിൻ്റെ അമ്മ വന്ന് പൊട്ടിക്കരഞ്ഞ ഒരു ദുഃഖം പങ്കുവെച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇത് ഒരു വ്യക്തിയുടെ, 2 വ്യക്തിയുടെ കാര്യമല്ല. നമ്മുടെ ഈ തലമുറയിൽ അനേകം ദൈവമക്കളെ കൗശലപൂർവം സാത്താൻ പിടികൂടിയ ഒരു മേഖലയാണിത്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മുൻ തലമുറ, നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നോ? അവർ എന്ത് പ്രശ്നം വന്നാലും, അത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണെങ്കിലും, അപ്പോഴെല്ലാം അവർ ദൈവത്തോട് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ഇടപെടുന്നത് വരെ അവർ കാത്തിരുന്നു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ശരണം വെച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാർന്നോമാരുടെ സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ തലമുറ, മുൻ തലമുറകൾ എങ്ങനെയാണ് ആത്മീയത അഭ്യസിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കണം. ജോബിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 8ഉം 9ഉം തിരുലിഖിതങ്ങൾ, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കടന്നുപോയ തലമുറകളോട് ആരായുക, പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മൈ ഡിയർ ചിൽഡ്രൻ, ദൈവത്തിന്റെ വചനം, വേർഡ് ഓഫ് ഗോഡ് ഇൻസ്ട്രക്ട്സ് us. Job chapter 8
verses 8 and 9. Look for a moment at ancient wisdom. Consider the truths our ancestors learned. Our life is too short. We know nothing at all. We pass like shadows across the earth. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. We have to learn from our ancestors. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതചര്യകളിൽ നിന്ന് നമ്മൾ ചിലത് മനസ്സിലാക്കണം, ചിലത് പഠിക്കണം. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്ന് ചില മർമ്മങ്ങൾ, ആത്മീയ മർമ്മങ്ങൾ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിതത്തിൻ്റെ തകർച്ചകളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരമ്മയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ് അവിടെ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്? ഒരമ്മ തൻ്റെ മകന് വേണ്ടി കർത്താവിനോട് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ലില്ലുകുട്ടി ജോസഫ്. ഞാൻ മുണ്ടുപാലം ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോന് വേണ്ടി സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവൻ നേഴ്സാണ്. അവൻ 2014 കൽക്കട്ടയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കൽക്കട്ടയിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി. അവന് നിന്നും നിപ്പിൽ എളുപ്പം ഒരു വയറുവേദന വന്നിട്ട് അവന് അപ്പോൾ ഭയങ്കര വേദനയായിട്ട് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നും വയ്യ. ദാഹിച്ചപ്പോൾ തുൽപ്പം വെള്ളം പോലും കുടിക്കാൻ മേലാത്ത അവസ്ഥയിൽ ഒന്നും ചെല്ലാൻ മേല. അതുപോലെ അവർ ഹോസ്പിറ്റലിൽ പിള്ളേരെല്ലാവരും കൂടെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് തന്നെ സ്കാൻ ചെയ്തു. അപ്പം വയറിനകത്തൊരു മുഴയുണ്ട്. അവർ പറഞ്ഞു വയറിനകത്തായതുകൊണ്ട് എൻഡോസ്കോപ്പിയും കൊളോസ്കോപ്പിയും എടുക്കണമെന്ന് പറഞ്ഞു. അത് കാരണം ഓപ്പറേഷനാന്ന് പറഞ്ഞ വീട്ടിലോട്ട് അറിയിച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞു വീട്ടിലോട്ട് പോരെ, അവിടെ ഒന്നും ചെയ്യണ്ട. അന്നൊരു വന്ന ദിവസം ഒരു ഞായറാഴ്ച അഭിഷേകത്തിന്റെ സമയത്താണ് അവൻ വന്നത്. കൽക്കട്ടയിൽ ഇവിടെ വീട്ടിലേക്ക് കേറുന്ന സമയത്ത് അഭിഷേകം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ മമ്മി കരഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ അഭിഷേകം അവനോട് പറഞ്ഞു, നീ ഒന്നും ചിന്തിക്കണ്ട, വേഗം മുട്ടുകുത്തിക്കോ, കരഞ്ഞോ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. വന്ന ഉടനെ ഞാൻ പറഞ്ഞു അകത്തോട്ട് കയറണ്ട, നീ ഈ ദിവ്യകാരണത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അച്ഛൻ അന്നേരം പറഞ്ഞു വേദനയുള്ള സൗഹൃദം അസുഖമുള്ളവരെല്ലാം കൈ പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുരിശടയാളത്തിൽ മരിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും നല്ലോണം പ്രാർത്ഥിച്ചു. അവൻ തൊട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിനെ നാളെ എൻഡോസ്കോപ്പിക്ക് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ മുഴ അവിടെ കാണരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാവെന്ന് പറഞ്ഞു. അവനും പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തിരിച്ചു വന്നപ്പോൾ അവിടെ യാതൊരു അവസ്ഥയും കണ്ടില്ല. മഴയൊന്നും രോഗാവസ്ഥ യാതൊന്നും ഇല്ലാതെ ഹെൽത്തി ആയ ശരീരമാണ് ചെക്കപ്പിന്റെ. ഒരു മരുന്നും കഴിച്ചിട്ടുമില്ല, ഇതുവരെ അസുഖം വന്നിട്ടില്ല. പിന്നെ ഇതുവരെ അസുഖം വന്നിട്ടുമില്ല. ഇതൊരു അത്ഭുതമല്ലത്, അത്ഭുതം. ഞാൻ യേശുവിൽ, ഞാൻ ഇവിടെ കാർമൽ ഭവനിൽ മാത്രം വന്ന് അച്ഛനടുത്ത് വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തത്തുള്ളെന്ന് നേരത്തെ നേർന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തും, ധ്യാനം കൂടും. എന്റെ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞോണ്ട്. ഹല്ലേലൂയ. നോക്ക്, ഇതാണ് വിശ്വാസം. വിശ്വാസം. ആ മകൻ കൽക്കട്ടയിൽ നിന്ന് ക്ഷീണിച്ച് അവസാന ബാഗും വണ്ടിയും ഭാരവും ഒക്കെ ആയിട്ട് തൂക്കി വന്നപ്പോൾ അമ്മ പരിഗണിച്ചില്ല. നിൻ്റെ ബാഗൊക്കെ അവിടെ വലിച്ചെറി, നീ മുട്ടുകുത്തുറ മോനെ എന്ന് പറഞ്ഞ് മുട്ടുകുത്തിച്ച് അവനെ ഒന്ന് ശരിയാക്കി അവിടെ ഇട്ടു. ആ മകൻ നല്ല അനുസരണമുള്ള കുട്ടി അതെല്ലാം പറഞ്ഞത് കേട്ട് ശരിക്കും മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിച്ച് തൽക്ഷണം സൗഖ്യമുണ്ടായി. പിറ്റേ ദിവസം ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്തപ്പോൾ രോഗമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 121 സങ്കീർത്തനത്തിൽ 1ഉം 2ഉം തിരുലിഖിതങ്ങൾ, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ. Psalm 121 verse 2. My help comes from the Lord who made heaven and earth. My help comes from the Lord who made heaven and earth. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് സഹായം വരും എന്നൊരു ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ മനസ്സുകളിൽ നമ്മൾ സൂക്ഷിക്കണം.
അങ്ങനെ വരുമ്പോൾ കുടുംബത്തിനൊരു തകർച്ച വന്നു, ജീവിതത്തിൽ വേദന വന്നു, അപ്രതീക്ഷിതമായി ജോലി തടസ്സമുണ്ടായി, കുടുംബത്തിൽ വലിയ കലഹമുണ്ടായി, ജീവിതത്തിൽ വലിയ പ്രശ്നം വന്നു. ഉടനെ ജീവിതം എല്ലാം തകർന്നു എന്ന് വിചാരിച്ച് നാം നിരാശയിലേക്കോ വലിയ ഡിപ്രഷനിലേക്കോ മനപ്രയാസത്തിലേക്കോ നാം വീണു പോവുകയില്ല. ദൈവവിശ്വാസിയായി ഇരിക്കുക, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇത് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമല്ലേ? ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രതികൂലം വന്നാലും നാം കർത്താവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കും. അവിടെ കർത്താവ് ഇടപെടും. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ഒരു ദൈവ പൈതൽ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ദൈവത്തോട് ഭക്തിയുള്ള, ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലാണ്. ആ രാജാവിൻ്റെ പേരാണ് യഹോഷഫാത്ത് രാജാവ്. ആ യഹോഷഫാത്ത് രാജാവ് ആ ജനതകളെ ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും ഉറപ്പിച്ച് വളർത്തിക്കൊണ്ട് വരികയാണ്. ആ സമയത്താണ് ആ രാജാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായത്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 1 മുതൽ 4 വരെ തിരുലിഖിതങ്ങൾ. കുറേ കാലം കഴിഞ്ഞ് മൊവാബിയരും ആമോന്യരും മെയൂന്യരും ചേർന്ന് യഹോഷഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ എൻഗേദിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദയായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 Chronicles chapter 20 verse 1 to 4. അവിടെ നമ്മൾ വായിക്കുന്നത്, യഹോഷഫാത്ത് രാജാവിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വലിയ തരത്തിലുള്ള ദുർവാർത്തകൾ കേൾക്കാൻ തുടങ്ങി. ഇതാ വലിയ ശത്രുക്കൾ ആഞ്ഞടിക്കാൻ വരുന്നതായി അവർ കേട്ടു. അതിനെ യഹോഷഫാത്ത് രാജാവ് ചെയ്തത്, അവൻ ഭയചകിതനായെങ്കിലും, അവൻ്റെ ഹൃദയം തളർന്നെങ്കിലും, അവൻ്റെ മനസ്സ് തളർന്നെങ്കിലും, അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ദൈവവിശ്വാസം, ദൈവത്തിലുള്ള ശരണം അവൻ്റെ സഹായത്തിന് ഓടിയെത്തി. അവൻ എന്താ ചെയ്തത്? അവൻ ഉടനെ ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി, യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിച്ചു. അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു. കർത്താവിലേക്ക് തിരിയാനും ഉപവാസം പ്രഖ്യാപിക്കാനും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനും പ്രാർത്ഥിക്കാനും, അങ്ങനെ പ്രാർത്ഥനയിലേക്ക് തിരിയുന്ന ഒരു റിലിജിയസ് മൈൻഡ് അവൻ കാത്തു സൂക്ഷിച്ചിരുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ അവിടെ ദൈവസഹായം ഉറപ്പാണ്. യഹോഷഫാത്തിന്റെ ആ വലിയ പ്രതിസന്ധിയിൽ ദൈവം ആകാശത്തുനിന്ന് പറന്നിറങ്ങി അവനെ അത്ഭുതകരമായി സഹായിച്ചതാണ് പിന്നീട് 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഹോഷഫാത്ത് രാജാവിനെ എങ്ങനെ ദൈവം സഹായിച്ചോ അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിലും ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ വെച്ച് ഒരു കുടുംബം വന്നൊരു അനുഭവം പറഞ്ഞു. അവരുടെ കുടുംബത്തിൽ അവൻ്റെ മകൻ ഏതാണ്ട് 30 വർഷത്തോളം രോഗിയായി കിടക്കുന്ന മകൻ. ആ അമ്മ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. ഹൃദയം നുറുങ്ങി, ചങ്ക് കലങ്ങി അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ പേര് കുഞ്ഞമ്മ. ഞാൻ കുറിച്ചി ശാന്തിഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് 10 വയസ്സായപ്പോൾ തുടങ്ങിയ ടോൺസിലിൻ്റെ തൊണ്ടവേദനയായിരുന്നു. അത് എല്ലാ മാസവും തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. 2 ആഴ്ച മുഴുവൻ അവൻ രോഗിയായി കിടക്കും. 2 ആഴ്ചയെ അവന് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണേലും പോകാൻ സാധിച്ചിരുന്നുള്ളൂ. അങ്ങനെയായി ഇപ്പോൾ അവന് 40 വയസ്സുണ്ടായി. 30 വർഷമായി അവന് ഈ തൊണ്ടവേദന തുടങ്ങിയിട്ട്. 17 വർഷമായപ്പം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്തിട്ടും അതുപോലെ തന്നെ ചെയ്തതിൻ്റെതായ യാതൊരു ഇതുമില്ലാതെ പിറ്റേ മാസം അതുപോലെ തന്നെ തൊണ്ടവേദന തുടർന്നുകൊണ്ടേയിരുന്നു. അതങ്ങനെ പിന്നെ ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണിച്ചു. മരുന്നുകളെല്ലാം കൊടുത്തു കഴിച്ചിട്ട് ഒന്നും ഡോക്ടർമാരെ മാറി മാറി കാണിക്കുമ്പോൾ ഒരു 2 മാസത്തേക്കിന് മാത്രം വരാതിരിക്കും. അത് കഴിയുമ്പം വരാതിരുന്ന അത്രയും ശക്തിയോടുകൂടി വീണ്ടും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവന് 40 വയസ്സായി. ഇപ്പം കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഞാൻ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കും, ഈ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എൻ്റെ 2 ആഴ്ച മുഴുവൻ പട്ടിണി കിടക്കും. 2 ആഴ്ചത്തെ അവൻ എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാതെ ഒരു വർഷോപ്പ് തൊഴിലാളിയാണ്. അപ്പം കഴിഞ്ഞ വർഷം ഞാനിവിടെ ധ്യാനത്തിന് വരുമ്പോഴത്തേക്കിന് അവൻ ഇതുപോലെ വേദനയും പനിയുമായിട്ട് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ ഈ കാർമലിൽ ഇവിടെ തന്നെ ചെത്തിപ്പുഴ അഭിഷേകാഗ്നി ഇവിടെ ധ്യാനത്തിന് വരുമ്പം അവൻ അവിടെ ഭയങ്കര പനിയായിട്ട് മൂടി പുതച്ച് തൊണ്ടവേദനയായിട്ട് വെള്ളം പോലും കുടിക്കാതെ എഴുന്നേക്കാൻ മേലാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഞാൻ പതിവ് പോലെ എപ്പോഴും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോകുന്ന പോലെ ദൈവഭക്തിയുടെ ഒരു അനുഗ്രഹമാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക, ധ്യാനം, പ്രാർത്ഥന, പള്ളിയിലെ കുർബാനകൾ, അതിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുത്തോണ്ടേയിരുന്നു. ഞാൻ ഇത്രയും കാലം അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വളരെ കരഞ്ഞോണ്ടാണ് വന്നത്. ഈ 2 കുഞ്ഞുങ്ങളെ പോറ്റേണ്ടതല്ലേ ദൈവമേ നോർത്ത് കരഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ആ സൈഡിലിരുന്ന് ഞാൻ ഒരുപാട് ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ആ പ്രാർത്ഥനയുടെ സമയത്ത് പോലും കരയാൻ പറ്റണില്ല.
അങ്ങനത്തെ സ്ഥിതിയാണ്. ഞാൻ പൊങ്ങി പൊങ്ങി വന്ന് പൊങ്ങി പൊങ്ങി പോകുന്ന രീതിയാണ്. പക്ഷേ ഈ ചേച്ചിയുടെ സ്ഥിതി കഴിഞ്ഞ വർഷം അങ്ങനെ അല്ലായിരുന്നു. മകൻ്റെ വേദനയും ദുരിതവും അതിൻ്റെ കാഠിന്യം കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം മുതൽ തന്നെ ഹൃദയം നുറുങ്ങി എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചും പ്രാർത്ഥിച്ചുമാണ് പോന്നിരുന്നത്. ഇവിടെ ഫുള്ള് പ്രാർത്ഥന കൂടി. എന്നിട്ട് എങ്ങനെ എന്തുണ്ടായി? ഇന്നെങ്കിലും ഈ മകൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് രണ്ട് ദിവസവും കരഞ്ഞ് പ്രാർത്ഥിച്ചു. പലരുടെ അനുഭവങ്ങളും കേട്ടു. ഞാൻ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പക്ഷേ വീട്ടിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെല്ലാം കുറഞ്ഞു. പിന്നെ ആ വർഷം അന്ന് ആ ദിവസം ഞാൻ വന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് പോയിട്ട് ഇന്ന് വരെ ആ ഒരു രോഗം 40-30 വർഷം തുടർച്ചയായുള്ള രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നോക്കുക, 30 വർഷം ആ മകൻ്റെ കണ്ണുനീരും വേദനയും കണ്ട് വേദനിച്ച ഒരു ഹൃദയമാണ് ഈ അമ്മയുടെ ഹൃദയം. ഈ 30 വർഷം ഈ അമ്മ പ്രാർത്ഥിച്ചതാ. പക്ഷേ ആ അമ്മ പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല. പ്രാർത്ഥനയിൽ സ്ഥിരത. കീപ്പിംഗ് എ റിലീജിയസ് മൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ഒരു റിലീജിയസ് മൈൻഡ്, ഒരു ആത്മീയ മനസ്സ് സൂക്ഷിക്കണം. പെട്ടെന്ന് മുറി 2 ഇടുകൊടുക്കേ ചോറ്, ഇതാ വരുന്നു ചോറും ഇഡ്ഡലിയും. അതേമാതിരി അല്ല നമ്മുടെ ആത്മീയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും. വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ ഇന്റർവെൻഷൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്നത് വരെ ക്ഷമാപൂർവം നമ്മൾ നിൽക്കണം. അതാണ് റിലീജിയസ് മൈൻഡ്. എന്തെങ്കിലും പ്രാർത്ഥിച്ചു, എന്തെങ്കിലും പ്രതീക്ഷിച്ച് നോക്കിയിരുന്നു, കണ്ടില്ല, ഉടനെ മൂടും തട്ടി എഴുന്നേറ്റ് പോയി. അതല്ല റിലീജിയസ് മൈൻഡ്. അതല്ല ആത്മീയമായ മനസ്സ്. ഈ അമ്മയുടെ കാര്യം നോക്കുക. 30 വർഷം ഈ മകന്റെ വേദന മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് മാറിയില്ലെങ്കിലും അമ്മ ദൈവത്തിലുള്ള വിശ്വാസം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിയില്ല. ഈ അമ്മ ഈ അവസാനത്തെ കൺവെൻഷൻ എന്താ ചെയ്തെന്നറിയോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കണ്ണുനീർ വാർത്ത് കണ്ണുനീർ ഉതിർന്ന് അങ്ങനെ കരഞ്ഞോണ്ട് റോട്ടിൽ കൂടെ അങ്ങോട്ട് പോരുക. ദൈവാത്ഭുതം ചെയ്ത് ആ 2 ദിവസം അവിടെ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞ് ദൈവാത്ഭുതം ചെയ്തു. തൽക്ഷണം സുഖപ്പെടുത്തി. പിന്നെ ഇന്ന് വരെ ആ മകന് പിന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 4-5 തിരുലിഖിതങ്ങൾ. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലും. മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു. മേഘത്തിൻ്റെ തണൽ വെയിൽ മറയ്ക്കുന്നത് പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു. ബുക്ക് ഓഫ് ഐസയ chapter 25 verse 4. For thou hast been a stronghold to the poor, a stronghold to the needy in his distress, a shelter from the storm and a shade from the heat. കൊടും വെയിലിൽ തണല്, കൊടുങ്കാറ്റിൽ ശക്തി ദുർഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നമ്മുടെ ദൈവത്തെ ആശ്രയിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകണം. നമ്മുടെ രോഗത്തിൽ, നമ്മുടെ വേദനയിൽ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ, മനസ്സിലാകാത്ത സമയത്ത്, സ്കൂളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, എന്തു തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും we have to flee, we have to go to our beloved God. ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയണം. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് പോകാം എന്ന് പറയാൻ മാതാപിതാക്കൾക്ക് കഴിയണം. എന്ന് പറയാൻ ആത്മീയ നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ കർത്താവിലേക്ക് വിളിക്കണം. വാ, നമുക്ക് കർത്താവിലേക്ക് പോകാം. വാ, നമുക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാം. വരിക, നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകാം. നമുക്ക് പള്ളിയിൽ പോകാം. നമുക്ക് വചനം കേൾക്കാം. നമുക്ക് ധ്യാനകേന്ദ്രത്തിൽ പോകാം. നമുക്ക് തീർത്ഥാടനത്തിന് പോകാം. ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരെ കർത്താവിലേക്ക് നമ്മൾ ക്ഷണിക്കണം. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മക്കളെ വിലയുണ്ട്. ഓ മൈ ലിറ്റിൽ ചിൽഡ്രൻ, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു കുട്ടി, ആ കുട്ടി തങ്കി പള്ളിയിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു. ആ കുട്ടി പറയാണ്, എനിക്ക് ജയിക്കാൻ പറ്റണില്ല, ഞാൻ തോറ്റുപോവുക. അവനൊരു പ്രാർത്ഥന സ്വീകരിച്ചു. ദൈവം എങ്ങനെ അവനെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് ലിജോ മാത്യു. ഞാൻ കണ്ണങ്കരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠനത്തിൽ വളരെ പുറകോട്ട് നിന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. പരീക്ഷയ്ക്ക് 3 വിഷയത്തിന് മാത്രമേ ഞാൻ ജയിക്കുകയുള്ളായിരുന്നു. അപ്പോൾ SLC പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ തോറ്റുപോകുമെന്ന്
എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ആൻറ്റി പറഞ്ഞത് തങ്കീപ്പള്ളിയിൽ അഭിഷേകാഗ്നി ധ്യാനം ഉണ്ടെന്ന്. ഞാൻ തങ്കീപ്പള്ളിയിൽ അഭിഷേകാഗ്നി ധ്യാനത്തിന് പോവുകയും ധ്യാനത്തിൻ്റെ അവസാന ദിവസം അച്ഛൻ കൈവെപ്പ് ശുശ്രൂഷയിൽ എൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് 75% മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എത്ര ശതമാനം? 75% വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൻ്റെ ആഗ്രഹം അങ്ങനെ പറഞ്ഞു. പറഞ്ഞു 75% മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ സാക്ഷ്യപ്പെടുത്താൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 88% മാർക്ക് കിട്ടി. ദൈവം എനിക്ക് ചോദിച്ചു. എത്ര ശതമാനം? 88%. 88% മാർക്ക്. സന്തോഷമാണോ? 88%. നേരത്തെ ഭയങ്കര മോശമായിരുന്നല്ലേ? ഇവനെ നാണക്കേട് ഭയങ്കര മോശമായിരുന്നു. പക്ഷെ കർത്താവ് ആ സെക്കൻഡിൽ ജീവിതത്തെ അങ്ങോട്ട് മാറ്റിമറിച്ച് 88% മാർക്ക് കൊടുത്തങ്ങനെ അനുഗ്രഹിച്ചു. നീ നന്ദി. സ്ഥലം എവിടെ? തങ്കിപ്പള്ളിയുടെ അടുത്താണോ? പ്രൈസ് ദി ലോർഡ്. ആ തങ്കിപ്പള്ളിയുടെ അവിടെ നിന്നാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ? ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ്, ഒരു സ്ട്രഗിൾ. ഹി വാസ് ഫേസിങ് എ ക്രൈസിസ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലത്തെ അവൻ അഭിമുഖീകരിച്ചപ്പോൾ അവന്റെ ആന്റി പറഞ്ഞു വരുവിൻ നമുക്ക് കർത്താവിലേക്ക് പോകാം, വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം, വരുവിൻ നമുക്ക് വചനം കേൾക്കാൻ പോകാം. അങ്ങനെ ആ ആന്റിയിലുണ്ടായിരുന്ന വിശ്വാസം ഈ കുട്ടിയെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നു. അവൻ ആ പ്രാർത്ഥന സ്വീകരിച്ചു. അവൻ്റെ ചെറുപ്പത്തിലെ ദൈവത്തിൽ ആശ്രയിക്കാൻ അവൻ പഠിച്ചു. ഒരു പരിശീലനം അവന് കിട്ടി. അവൻ്റെ ജീവിതത്തിൽ ദൈവം അവൻ ഇടപെട്ട് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് ദൈവം അവനെ ബലപ്പെടുത്തി. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് അവൻ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അഭിമാനമാണ്. എന്ത് പ്രശ്നം വന്നാലും ആദ്യം പ്രാർത്ഥിക്കണമെന്ന് തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ നമ്മുടെ എളിയ തലമുറയെ, പുതുതലമുറയെ, യങ് ജനറേഷനെ, we have to call them to Jesus Christ. We have to call them for prayer life. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ നമ്മൾ വിളിക്കണം, അവരോട് നമ്മൾ പറയണം, നമുക്ക് ഈ വിശ്വാസങ്ങൾ പറയണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ആത്മീയ പരിശീലനം നൽകി അവരെ ആത്മീയ അടിത്തറയുള്ളവരായി ആത്മീയ മാർഗത്തിലൂടെ അവരെ കൈപിടിച്ച് നടത്തും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പലർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ് 1-2 തവണ പ്രാർത്ഥിച്ചു, പിന്നെ പ്രാർത്ഥന നിർത്തി, എന്തുകൊണ്ടാണ് പെട്ടെന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുലിഖിതത്തിൽ കർത്താവ് ഒരു ഉത്തരം അതിന് നൽകിയത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുലിഖിതം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് ഹൃദയം അകലുന്നു, ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിക്കുന്നു, ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിക്കുന്നു. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 10 verse 12. The beginning of man's pride is to depart from the Lord. His heart has forsaken his maker. The beginning of man's pride is stubbornness, stubborn nature. The beginning of man's pride is stubbornness. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഹങ്കാരം തുടങ്ങുമ്പോൾ ഹൃദയം കർത്താവിൽ നകലുന്നു, അവന്റെ ഹൃദയം സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. His heart forsaken his maker. പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഹൃദയം കർത്താവിനെ പരിത്യജിച്ചു, പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണത്? പിന്നെ എങ്ങനെ ദൈവത്തെ ആശ്രയിക്കാൻ പറ്റണത്? യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുലിഖിതം. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. Is anyone among you suffering? Let him pray. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന് മുമ്പിൽ എളിമയോടെ പ്രാർത്ഥിക്കണം മക്കളെ. Keep a religious mind. Fight against religious indifference. ഈ സമയം നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കാം. ഓ ദൈവമേ, ഏത് സാഹചര്യത്തിലും വേഗം എൻ്റെ കർത്താവിലേക്ക് പോകാം, കർത്താവിനെ ആശ്രയിക്കാമെന്ന് പറയാൻ തക്കവിധം ഒരു റിലീജിയസ് അറ്റ്മോസ്ഫിയർ എൻ്റെ ഹൃദയത്തിൽ തരണമേ കർത്താവേ, എൻ്റെ മനസ്സിൽ തരണമേ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ തരണമേ കർത്താവേ. 2 കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. യേശുവേ
ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ഓ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 Thank you, Jesus. Thank you, Holy Spirit. Thank you, Lord. Thank you, Jesus. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സങ്കീർത്തനം 121:1 പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? Psalm 121 verse 1. I lift up my eyes to the mountains. From where my help shall come? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നൽകുന്ന ഈ സമയത്ത് മുട്ടിന്മേൽ നിന്ന് രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് യേശുവിനെ നാമം വിളിക്കാൻ സാധിക്കുമോ? ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നാമം വിളിക്കുന്ന ഓരോ ആദരങ്ങളെയും, നാമം വിളിക്കുന്ന ഓരോ ഭവനങ്ങളെയും, ഓരോ കൂട്ടായ്മകളെയും ഇന്ന് ഈ സമയം കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് അത്ഭുത ശക്തി നൽകി അഭിഷേകം ചെയ്യും. രോഗങ്ങൾ മാറും, തിന്മയുടെ കോട്ടകൾ തകരും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ 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 ആരാധന യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ യേശുവേ ഉറക്കെ യേശുവേ 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 ആരാധന 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 യേശുവേ യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ബന്ധനങ്ങൾ തകരട്ടെ. യേശുനാമത്തിൽ പൈശാചികൾ വിട്ടുമാറി പോകട്ടെ. യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുതാപ ഹൃദയമുയർത്തി സ്വന്തമാക്കാൻ